ഇന്ന് ഓർക്കുമ്പോൾ തന്നെ വായിൽ കപ്പലോടുന്ന ഒരു ഉള്ളിമുളക് ദോശ ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം വേണ്ടത് ദോശമാവ് തന്നെയാണ്. ഇനി ഒരു സവാള, ചെറിയൊരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ തന്നെ ചേർത്തിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിക്കാം. ഇനി പാൻ ചൂടാകുമ്പോൾ ഒരു തവി മാവ് ഒഴിക്കുക. എന്നിട്ട് കുറച്ച് കനത്തിൽ തന്നെ വട്ടം കുറച്ച് പരത്തിയെടുക്കാം. അതിന് മുകളിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി മുളകിൻ്റെ മിക്സ് മുഴുവനായിട്ട് മുകളിൽ നിരത്തി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു സ്പാച്ചിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, ഇളകിപ്പോവാതെ അവിടെ പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കണം. എല്ലാ സൈഡിലേക്കും നെയ്യാവുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഉള്ളിയൊക്കെ ഒന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് മറിച്ചിട്ടിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ചൂടോട് കൂടിയിട്ട് കഴിക്കണം. ഒരു തേങ്ങാ ചമ്മന്തി, ഒരു കട്ടൻ ചായ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക.